ദുനിയ ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻറ്റ് ഡെഫിനേഷൻ ആയിരിക്കും. ബട്ട് ഇപ്പോഴത്തെ എനിക്ക് ദിസ് റൂം ഈസ് മൈ കറണ്ട് വേൾഡ്. I'm Cyrus, 24 and unemployed. Today I'm not going to be pretend like someone and കുറച്ചും കൂടി ഓപ്പൺ ആണെന്ന് വിചാരിച്ചു. ആൻഡ് ഐ വോണ്ട് ടു മേക്ക് സം ചേഞ്ചസ്. കഴിഞ്ഞ 10 years ഞാൻ ഈ റൂമിൽ തന്നെ ഇരിക്കുന്നത്. ഈ 4 വാൾസ് അത് തന്നെയാണ് എൻ്റെ ഇത്. ഐ മീൻ ഞാൻ 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഈ റൂം കയറി വന്നു. ദെൻ ഹൈസ്കൂൾ കഴിഞ്ഞു, ഹയർ സെക്കൻഡറി കഴിഞ്ഞു, ബിടെക്കും കഴിഞ്ഞു. ആൻഡ് ബിടെക് കഴിഞ്ഞ് 2 years പോയി. എന്നിട്ട് ഞാൻ ഈ റൂമിൻ്റെ പുറത്തിറങ്ങിയില്ല. ഐ മീൻ ഈ കംഫർട്ട് സോണിൽ തന്നെയാണ് ഞാനുള്ളത്. ആൻഡ് ഐ കാൺട്ട് എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. എന്താ പറയുക, പാർഷ്യൽ എൻ്റെ വൈപ്പം തന്നെയാണ്. ആൻഡ് ദർ ആർ അതർ തിങ്സ്. സോ നിങ്ങളോട് കുറച്ചും കൂടി ഓപ്പണായി സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതല്ലേ, പിന്നെ അതായത് പോയിന്റ് പോയിട്ടൊന്നും പറയുന്നില്ല. എൻ്റെ മനസ്സ് എന്തെല്ലാം ഉണ്ട് അതിനെ നിങ്ങളോട് ഇതായിട്ട് അങ്ങ് പറയാമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല. ജസ്റ്റ് ഹിയർ ഇറ്റ്. എന്താ പറയുക, നേരത്തെ പറഞ്ഞ 9th class പഠിക്കുമ്പോൾ ഈ റൂം കയറി. ആൻഡ് അന്നേരം വീട്ടിൽ കൂടി പുതിയ വീടെടുത്ത് ഈ റൂം ഇതായി എനിക്ക് കിട്ടി. സോ ഇവിടെ തന്നെയാണ്. ദെൻ 10th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ സാറ്റർഡേ ആൻഡ് സൺഡേ ട്യൂഷൻ ക്ലാസ്സിന് പോകും. അതാണ് എൻ്റെ ഏക പുറത്ത് പോക്ക്. അതങ്ങനെ. പിന്നെ +1 +2 അതും അങ്ങനെ തന്നെ. ബട്ട് +1 +2 എനിക്ക് എന്താ പറയുക, അതൊരു ഫീൽ ആയിട്ടില്ല. ഐ മീൻ പുറത്തിറങ്ങാതെ അങ്ങനെ തോന്നില്ല. ബിക്കോസ് ആ ടൈമിനെ പുറത്ത് കളിക്കാൻ പോകാറുണ്ട്. നമ്മളൊരു വൈകുന്നേരം കോളേജ് സ്കൂൾ വിട്ട് വന്ന ശേഷമുള്ളൊരു കളി, ഇത് എല്ലാം ഉണ്ടായിരുന്നു, ചിരി. പിന്നെ ബിടെക് എടുത്തേരം എന്താ പറയുക, ബിടെക് എടുക്കുമ്പോൾ ഞാൻ കുറേ ഡ്രീംസ് പിന്നെ എന്തൊക്കെയോ വിചാരിച്ചിട്ട് എടുത്ത് എന്തൊക്കെ ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് എന്തിനാ എടുത്ത് ഡ്രീം ഒന്നും ഓർമ്മയില്ല. ആൻഡ് ബിടെക് ആദ്യം എടുക്കുമ്പോഴൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, എന്തോ ഒരു ഫീലിംഗ് ഒക്കെ ഞാൻ മറന്നുപോയി. അതങ്ങനെ. ആൻഡ് ഇപ്പോൾ സപ്ലൈ കൊടുക്കുന്നുണ്ട്. സപ്ലൈ ക്ലിയർ ആയില്ല. 2 years ആയി. 2023 പാസ് ഔട്ട് ആയിരുന്നു. ആൻഡ് ഇസ് 2025. അതും അങ്ങനെ നടക്കുന്നുണ്ട്. എവിടെ എന്നാ പറ്റിയത് നടക്കുക അറിഞ്ഞൂടാ. പിന്നെ കോവിഡ് വന്നിട്ട് അങ്ങനെ തന്നെ. മേ ബി ബിടെക് എൻ്റെ എക്സ്ക്യൂസ് ആവും. മേ ബി എനിക്ക് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലാണ്ട് എക്സ്ക്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും മുകളിൽ നമ്മളൊരു പഴിചാഴ്ത്തി വെക്കുക എന്താ പറയുക. പത്ത് സാധനത്തിനോട് നമ്മൾ ഇതാക്കി പറയില്ല. ഒരു സാധനത്തിന് ആടക്കുറ്റം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്വയം ആശ്വാസം കിട്ടുക. ചില സമയം അതാവാം, പറയാൻ കഴിയില്ല. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു അക്സെപ്റ്റ് ഇറ്റ്. ആൻഡ് എന്താ പറയുക, ബിടെക് ചേർന്ന് പറയുമ്പോൾ രാവിലെ 7 മണിക്ക് എണീക്കില്ല. 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ട് വേണം നേരെ കോളേജ് ബസ്സിലെത്തുക. കോളേജിലെത്തുക. കോളേജ് 9 AM ആകുമ്പോഴത്തേക്ക് എത്തും. 9 AM അല്ല, 8:45 എത്തും. അപ്പം ക്ലാസ് തുടങ്ങി 4 മണിക്ക് കോളേജ് വിടും. നേരെ എന്താ പറയുക, നേരെ കോളേജ് ബസ്സിൽ ഓടിക്കയറണം. സീറ്റ് കിട്ടില്ല. അപ്പോൾ അത് ഓടിക്കയറും. നേരെ വീട്ടിലേക്ക് എത്തും. എടുത്തോഴത്തേക്ക് 6:30 6:45 PM അങ്ങനെയാവും. അതങ്ങനെ. സോ പിന്നെ ടൈമേ ഇല്ല. പിന്നെ എന്താ പറയുക, കോളേജ് തന്നെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ വിളിച്ചിട്ടുണ്ട്. കോളേജ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ബട്ട് ചില കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ചില സമയം പിന്നെ കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ ചില സമയം ലൈഫെല്ലാം പാസ് ചെയ്തിട്ടുണ്ടാവും. അതും വേറെ എക്സ്ക്യൂസാണ്. ബട്ട് ഞാൻ ക്ലാസ്സിൽ ഇരിക്കാത്ത സബ്ജക്റ്റ് മാത്രമേ ഫെയിൽ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം പാസ്സായി. അത് വേറെ പോയിന്റ്. മേ ബി ക്ലാസ്സിൽ ഇരിക്കാതെ കൊണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ് വന്നിരിക്കില്ല. നേരെ ക്ലാസ് അവിടെ തുറന്നു നോക്കുന്നില്ലല്ലോ. ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ പോയി. സോ ഐ മേഡ് സോ മെനി മിസ്റ്റേക്സ്. കുറേ ഇതുണ്ട്. അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസും കാണിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ 2 years ആയിട്ട് ഫുൾ ഒച്ചപ്പാട് തന്നെയാണ്. ഐ മീൻ പാസ്സായിട്ടില്ല, ജോലി കണ്ടുപിടിക്കുന്നില്ല, ഒന്നുമില്ല. വീട്ടിൽ തന്നെ ഇങ്ങനെ എനിമിയും കണ്ടിരിക്കുക, അല്ലെങ്കിൽ മാങ്ങ വായിക്കുക, ഇതൊക്കെ തന്നെ. പിന്നെ ഗെയിം കളിക്കുക, വാലോറന്റ്, ഫോർട്നൈറ്റ്, PUBG. സോ അതുകൊണ്ട് എല്ലാം കൂടി ചുറങ്ങിയാണ്. പിന്നെ എന്താ പറയുക, ആരും പിന്നെ കമ്മ്യൂണിക്കേഷനില്ല. ഇപ്പോൾ 6 years ആയിട്ട് ഐ തിങ്ക് 6 years എന്ന് പറയുമ്പോൾ ഐ മീൻ ഐ യൂസ് ടു ബി എ ടോക്റ്റീവ് ഗായ്. നല്ലോണം സംസാരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അറിയാം, ഉളുമ്പെന്നില്ല. ബട്ട് ഐ ഡു ടോക്ക് ലൈക്ക് നോൺ സ്റ്റോപ്പ്. ചാറവാറ ഇതായിക്കൊണ്ടിരിക്കും.
മീൻ പീപ്പിൾ ഐ എം കംഫർട്ട് വിത്ത്. എല്ലാ തൊട്ടും ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും, മറ്റേ മിണ്ടാണ്ട് മറ്റേ ചെയ്തിട്ടുണ്ടാവും. ബട്ട് പിന്നെ കംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഐ എം എ ടോക്സിക് ഗൈ, എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് പോകും. ബട്ട് ഇപ്പം കുറച്ചായിട്ടൊന്നുമില്ല. പിന്നെ തന്നെ വീടിൻ്റെ എപ്പോഴും ഒച്ചപ്പാടാല് എന്തായാലും പിന്നെ അങ്ങോട്ട് എതിർത്ത് സംസാരിക്കുകയല്ലോ, ഞാൻ പിന്നെ വായ കൂട്ടിയിരിക്കാൻ തുടങ്ങി. പിന്നെ എന്താ പറയുക, പിന്നെ പുറത്തിറങ്ങില്ല. അതും കമ്മ്യൂണിക്കേഷൻ വെച്ച് ഐ മീൻ ആകെ ഗെയിം കളിക്കുമ്പോൾ ആൾക്കാരോട് സംസാരിക്കുന്നതിനാണ്, വേറെ കമ്മ്യൂണിക്കേഷനൊക്കെ ഈ പാസ്റ്റ് 2 years ആയിട്ട് മര്യാദയ്ക്കില്ല. അതുകൊണ്ട് അതിൻ്റെ കുറേ ചൊറയുമുണ്ട്. ലൈക്ക് ഞാൻ ഇപ്പം പെട്ടെന്ന് പുറത്തോട്ട് ആരെങ്കിലും വഴി കഴിക്കൂലേ, പെട്ടെന്ന് സംസാരിക്കും, പെട്ടെന്ന് എനിക്ക് വേർഡ്സ് തന്നെ വായി കിട്ടൂല. അങ്ങനെ കുറച്ച് ചൊറകൾ ഞാൻ ഇപ്പം കണ്ടുപിടിച്ച് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഐ മീൻ എന്താ പറയുക, ഒരാൾ ചോദിച്ചാൽ ആൾ 1 to 2 seconds ഞാൻ സ്റ്റെക്ക് അയച്ചു. ലൈക്ക് ഐ കാൺട്ട്, വേർഡ്സ് പുറത്തേക്ക് വരില്ല. പിന്നെ എടുത്ത് ഫോഴ്സ് ചെയ്തിട്ട് വേർഡ് പുറത്തേക്ക് കൊണ്ടുവരണം. ഇപ്പം തന്നെ അതാണ് ചെയ്യുന്നത്, അംഗമായിക്ക് വേർഡ്സ് കിട്ടുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. സോ ഇങ്ങനെ പോരാ, ഐ വാണ്ട് ടു ചേഞ്ച്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ വീട്ടൊക്കെ എടുക്കുമ്പോഴൊരു ഇതെല്ലാം ഉണ്ടായിരുന്നു, കുറേ ഡ്രീംസ്. ഒന്നാക്കി ഇപ്പോൾ ഒരു ഓർമ്മയുമില്ല, ഐഡിയയും ഇല്ല, ഒരു ഫീലും ഇല്ല, ഒന്നുമില്ല. സോ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു ഐഡിയ ഇല്ല എനിക്കൊരു കാലമായിട്ട്. പിന്നെ അങ്ങനെയാണ് വെറുതെ ഞാൻ ഇങ്ങനെ എന്താ പറയുക, വെറുതെ വീഡിയോ എടുത്ത് നോക്കിയാലോ എന്ന് വെച്ച്. എല്ലാവരും യൂട്യൂബ് ചെയ്യുന്നുണ്ടല്ലോ, ഞാനും ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ ചെയ്തു. പിന്നെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു നോക്കി, എങ്ങനെ എടുക്കണം ഇതാക്കണം. സോ അന്നേരം ഞാൻ മനസ്സിലാക്കിയല്ല, അന്നേരം എന്തോ ഒരു പിന്നൊരു നമുക്കൊരു കിട്ടില്ല പാഷൻ. ഒരിത് വന്ന് വീഡിയോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോ ബ്ലോഗിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. സോ ഐ ട്രൈഡ് സോ മെനി തിങ്സ്. കുറേ ഞാൻ വീഡിയോ ചാനൽ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, ബട്ട് കുറേ ഇഷ്ടംപോലെ ഐഡിയാസ് ഉണ്ട് എൻ്റെ മൈൻഡിൽ. അതൊന്നും എനിക്ക് എന്താ പറയുക, ഇതാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കുറേ ഐഡിയാസ് ഞാൻ വിട്ടിട്ടുണ്ട്, ബട്ട് ഐ തിങ്ക് ഐ വിൽ ഡു ഇറ്റ്. ഫോഴ്സ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ബട്ട് എന്തോ ചെയ്യുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, ഇതെന്നെ കൊണ്ട് പറ്റും. ഒരു ഇതുണ്ട് ഉള്ളിലൊരിത്. സോ ഐ വിൽ ട്രൈ ടു ഹിയർ അങ്ങനെ ഇത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷമമുണ്ട്, അതൊന്ന് മാറ്റിയെടുക്കണം. പിന്നെ പ്രത്യേകിച്ച് ഒരു ഡിഫറെൻറ്റ് കൾച്ചർ എൻജോയ് ചെയ്തപ്പോഴാണ് ട്രാവലിംഗ് തന്നെ. പിന്നെ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ട്രാവലിംഗ് തന്നെ ഐ മീൻ ഞാൻ പുറത്തിറങ്ങില്ല എന്നാണ് പറഞ്ഞ്. ലൈക്ക് കണ്ണൂർ കോട്ട ഇവിടെ അടുത്താണ്, ജസ്റ്റ് ഒരു 1.5 മണിക്കൂർ പോകാനേ ഉള്ളൂ. ബട്ട് ഞാനവിടെ കൂടിപ്പോയി ഒരു 5 times ആയിട്ട് പോയിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമിന് ഞാൻ പോയത് +2 പഠിക്കുമ്പോൾ, +2 or +1 പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പോയത്. അതിന് ശേഷം ഒരു 2 or 3 times അതന്നെ, അതിൻ്റെ അപ്പുറം പോയിട്ടില്ല. അതുപോലെ തന്നെ കണ്ണൂർ ഫുൾ ബീച്ചാണ്. മുഴപ്പിലങ്ങാടി ബീച്ചുണ്ട്, പയ്യാമ്പലം ബീച്ചുണ്ട്, ബേബി ബീച്ച്, ചാൾ ബീച്ച്, കുറേ ബീച്ചുണ്ട്. ഞാൻ ആകെ പോയത് മുഴപ്പിലങ്ങാടി ബീച്ചും പയ്യാമ്പലം ബീച്ചും, അതും 10 താഴെയായിരിക്കും. പിന്നെ അഴീക്കോട് ബീച്ചാണ് എനിക്ക് തോന്നുന്നു. അതൊരു ഫ്രണ്ടിനെ അപ്പുറം പോയതാണ്. ആടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ആടെ ഒരു പ്രാവശ്യം ഞാൻ പോയി. വേറെ ഒരു ബീച്ചിന് ഇതിനും പോയിട്ടില്ല. സോ ഞാൻ പോയിട്ട് പുറത്തിറങ്ങുന്നത് എന്താ പറയുക, ചുരുക്കം എന്ന് പറയാൻ കഴിയില്ല, പുറത്തിറങ്ങില്ല എന്ന് തന്നെ പറയാം. അത്രക്കും ഇതാണ്. പിന്നെ ഈ റൂം വെച്ചാൽ അത്രയും കംഫർട്ട് സോണല്ലേ. ലൈക്ക് രാവിലെ എണീക്കും, താഴെ ബ്രഷ് ചെയ്യാൻ പോവും, ഫുഡ് കഴിക്കും, മുകളിൽ കയറിയിരിക്കും, റൂമിൽ കയറിയിരിക്കും, ആണെന്ന് മാങ്കോ കഴിക്കും, അല്ലെങ്കിൽ എനിമ കാണും, അല്ലെങ്കിൽ ഗെയിം കളിക്കും. 3 things. അത് മാത്രമേ ഉള്ളൂ. ഫുഡ് കഴിക്കേണ്ടിട്ടും ഇതിനു വേണ്ടി മാത്രമേ ഞാൻ താഴെ പോകുള്ളൂ. അല്ലാണ്ട് ഞാൻ ഈ റൂമിന് പുറത്തിറങ്ങില്ല. അങ്ങനത്തെ ഇതാണ്. സോ അതൊന്ന് പുറലോകമായിട്ട് പുറത്തിറങ്ങിയിട്ടൊന്ന് ഇതാണ്. ഐ മീൻ ഞാൻ തന്നെ ചൂസ് ചെയ്തതാണ്, അല്ലാണ്ട് ആരാണ്ട് പുറത്തു പോകുമെന്ന് എന്നോട് ആരും പറഞ്ഞില്ല. ഞാൻ എടുത്ത ഡിസിഷൻ, ഞാൻ എടുത്ത ചോയ്സും ആവുന്നല്ലാണ്. അതുകൊണ്ടാണ് പുറത്ത് ഇറങ്ങണേ. ഐ മീൻ ഇത്രയും വയസ്സായി മറ്റു പുറലോകമായിട്ടൊരു ഇതുമില്ല. ഇറ്റ് ലൈക്ക് കോമഡിയിൽ തോന്നുന്നുണ്ട്, ബട്ട് ഐ എക്സിസ്റ്റ്. അതൊന്ന് മാറ്റിയെടുക്കണം, അതെന്ന് എൻ്റെ മെയിൻ. പിന്നെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ചെറിയ പാഷനോ അല്ലെങ്കിൽ ഐ മീൻ എനിക്കൊന്നുമില്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് രാവിലെ എണീച്ച് ഇങ്ങനെ ഇരിക്കുക, ഇതാക്കുക, ഒരു ദിവസം തീരും, പിറ്റേ ദിവസം അതേ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോ നത്തിങ്, ഡൂയിങ് നത്തിങ്, ഒന്നുമില്ല. സോ എല്ലാം ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. പെട്ടെന്നെല്ലാം ചേഞ്ച് ചെയ്യാൻ തോന്നില്ല. ഇപ്പം തന്നെ ലാസ്റ്റ് ഒരു ബ്ലോഗ് എടുക്കാൻ നോക്കിയിട്ട് തന്നെ
ബബ്ബ എന്നതിന് അതുപോലെ തന്നെ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ബ്ലോഗ് എടുക്കേണ്ടി പോകുന്നുണ്ട്. നാളെ നിർത്തിയാക്കും. പിന്നെ എന്താ പറയുക, അപ്പം ഒന്നും ജോലി കൂടെ ഡിഗ്രി ഇല്ലെങ്കിൽ ഒന്നും ജോലി കിട്ടൂലേ. ബട്ട് കിട്ടും. അത് വേറെ ചെറിയ അനുഭവം ഉണ്ടായി. സോ ആ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ സംഭവമല്ല. വർക്ക് ആൻഡ് ലൈഫ് എനിക്ക് പറ്റിയതല്ല. പിന്നെ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പിന്നെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാണ്ടെന്നാ പോയിക്കൊണ്ടോ. എല്ലാം ഉണ്ട്, എല്ലാം കൂടി ക്ലൗഡഡ് ആയിട്ടുള്ള മൈൻഡ്. ബട്ട് ഏകദേശം എന്തോ ഒരു വിഷയം കിട്ടിയിട്ടുണ്ട്. സോ ഐ വിൽ ട്രൈ ഇറ്റ് മൈ ബെസ്റ്റ്. അതന്നെ എന്നെ ഫുൾ ടൈം യൂട്യൂബറാണ് തീരുമാനിച്ച്. എൻ്റെ സ്റ്റൈലിൽ അല്ലെങ്കിൽ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതാവും. ദാറ്റ്സ് ഇറ്റ്. അത് പറയേണ്ടിട്ടാണ് മെയിനായിട്ട് വന്നത്. വേറൊന്നും പറയാൻ പറ്റില്ല. ഇല്ലാന്ന് തോന്നുന്നു. വേറൊന്നും വിട്ടില്ല. ഇതന്നെ പുറത്തിറങ്ങിയിട്ട് ലൈഫ് എൻജോയ് ചെയ്യണം. മീൻസ് ഇപ്പം അതിലേക്ക് ഡിസിഷൻ ഒന്നുമില്ല. ബട്ട് വാട്ട് എൽസ്, ഇപ്പോൾ ഒരു ചെറിയതുണ്ട്, അത് വെച്ച് വോട്ട് ചെയ്യാം. അപ്പം ശരിയെന്നാ, ഞാൻ വേറെ അധികം ഇതാക്കി വലിച്ചു കെട്ടിയിട്ട് ഇതാക്കുന്നില്ല. വേറെ പറയണ്ട, വേറെ വീഡിയോയിൽ നമുക്ക് ഇതുപോലെ അതിൻ്റെ അടം ചേർത്തെന്ന് പറയാം. അല്ലാണ്ട് വേറെ എന്ത് അല്ലേ. ഐ ആം സൈനിങ് ഔട്ട്.